ADGP MR അജിത് കുമാറിനെതിരായ ആരോപണങ്ങളെക്കുറിച്ച് DGP നടത്തിയ അന്വേഷണ റിപ്പോർട്ട് വൈകിട്ട് മുഖ്യമന്ത്രിക്ക് കൈമാറും. ആദ്യം നടത്തിയ അന്വേഷണത്തിന്റെ റിപ്പോർട്ടാണ് കൈമാറുക. റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് മുന്നോടിയായി പോലീസ് ആസ്ഥാനത്ത് ചേർന്ന യോഗം സമാപിച്ചു. RSS നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചയടക്കമുള്ള കാര്യങ്ങളിൽ റിപ്പോർട്ടിൽ പരാമർശമുണ്ടാകും. ADGPയെ മാറ്റണമോ എന്നതിൽ റിപ്പോർട്ട് ലഭിച്ച ശേഷം തീരുമാനമെടുക്കുമെന്ന് മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. VV വിനോദ് വിവരങ്ങളുമായി ചേരുന്നു. വിനോദ്, കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കേരള രാഷ്ട്രീയത്തിൽ ഉയർന്നു വന്ന ചോദ്യവും ചർച്ചയും ഒക്കെ ADGP MR അജിത് കുമാറിനെ സംബന്ധിച്ചായിരുന്നു. നടപടി എന്നതിൽ ഘടകകക്ഷികൾ പോലും നിലപാട് കടുപ്പിച്ചിട്ടും മുഖ്യമന്ത്രി സംരക്ഷണം ഒരുക്കുന്നതാണ് കഴിഞ്ഞ ദിവസം വാർത്താസമ്മേളനത്തിൽ നമ്മൾ കണ്ടത്. റിപ്പോർട്ട് വരട്ടെ എന്നതായിരുന്നു മുഖ്യമന്ത്രിയുടെ നിലപാട്. റിപ്പോർട്ട് ഏതാനും മണിക്കൂറുകൾക്കകം കൈമാറും എന്ന് മനസ്സിലാക്കുന്നു. നടപടി ഇന്ന് തന്നെ ഉണ്ടാകുമോ? പോലീസ് ആസ്ഥാനത്ത് ചേർന്ന യോഗം അവസാനിച്ചിട്ടുണ്ട്. ADGP MR അജിത് കുമാറിനെതിരെ നടപടി ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ വൈകാതെ തന്നെ ഒരു തീരുമാനമുണ്ടാകും. ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രിയുടേതാണ് അന്തിമ തീരുമാനം. ഒരുപക്ഷെ നടപടി ഉണ്ടെങ്കിൽ അത് ഇന്ന് പ്രഖ്യാപിക്കാം, അല്ലെങ്കിൽ നിയമസഭയിൽ നാളെ ഇക്കാര്യം മുഖ്യമന്ത്രി വ്യക്തമാക്കും. ഏതായിരുന്നാലും ഈ നടപടി ഉണ്ടാകുമോ എന്നതിൽ ഇപ്പോഴും ഒരു വ്യക്തതയില്ല. കാരണം ഈ റിപ്പോർട്ട് വരുന്നതിന് മുൻപ് തന്നെ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി ത്രിതല അന്വേഷണം പ്രഖ്യാപിച്ചിരുന്നു. അത് തന്നെ തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ടാണ്. ADGP MR അജിത് കുമാറിൻ്റെ ഭാഗത്ത് വീഴ്ചയുണ്ടായി എന്ന DGPയുടെ നേരത്തെ തന്നെയുള്ള കണ്ടെത്തൽ. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഇക്കാര്യം DGP തന്നെ വീണ്ടും പരിശോധിക്കും. ഇന്റലിജൻസ് ADGP അത് വകുപ്പുകളുടെ ഏകോപനവുമായി ബന്ധപ്പെട്ടാണ്. ഏതെങ്കിലും തരത്തിൽ വീഴ്ചയുണ്ടായോ, ഗൂഢാലോചന നടന്നോ, ഇക്കാര്യങ്ങളാണ് ഇന്റലിജൻസ് ADGP മനോജ് എബ്രഹാം അന്വേഷിക്കുക. H വെങ്കടേഷ് അദ്ദേഹം ക്രൈംബ്രാഞ്ച് ADGP ആണ്. അദ്ദേഹത്തിൻ്റെ അന്വേഷണ ചുമതലയിൽ വരുന്ന വിഷയം അവിടെ നേരത്തെ തന്നെ നടന്ന സംഭവങ്ങളെ സംബന്ധിച്ച് ADGP MR അജിത് കുമാർ തയ്യാറാക്കിയ റിപ്പോർട്ടുണ്ട്. ഈ റിപ്പോർട്ടിനെ കുറിച്ച് വിശദമായി പഠിക്കുക, അതിൽ റിപ്പോർട്ട് സമർപ്പിക്കുക തുടങ്ങിയ കാര്യങ്ങളിൽ കഴിഞ്ഞ ദിവസം തന്നെ മുഖ്യമന്ത്രി പ്രഖ്യാപനം നടത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ ചില അവ്യക്തതകൾ അവശേഷിക്കുന്നുണ്ട്. ഇന്നത്തെ റിപ്പോർട്ടിൽ ഒരുപക്ഷെ ADGPക്കെതിരെയുള്ള പരാമർശങ്ങൾ ഉണ്ടെങ്കിൽ ആ പരാമർശത്തിൻ്റെ പേരിൽ ADGPയെ മാറ്റി നിർത്തുമോ ഇല്ലയോ എന്നതാണ്. അങ്ങനെ മുഖ്യമന്ത്രി സംരക്ഷിക്കുന്ന നിലയിലേക്ക് പോയാൽ മുന്നണിയിലെ കാര്യങ്ങൾ കൂടുതൽ വഷളാവും. കാരണം ഇതിനകം തന്നെ CPI ADGPയെ തലസ്ഥാനത്ത് നിന്ന് മാറ്റിക്കൊണ്ടുള്ള അന്വേഷണമാണ് ആവശ്യപ്പെടുന്നത്. അതിൽ അവർ ഉന്നയിക്കുന്ന കാര്യം തൃശ്ശൂർ പൂരം അലങ്കോലപ്പെട്ടതും അതിനു മുൻപ് RSS നേതാക്കളുമായി നടത്തിയ കൂടിക്കാഴ്ചയുമാണ്. പ്രധാനമായും ഇതിലൊരു അന്വേഷണം പോലും വേണമോ എന്ന ചോദ്യമാണ് പല കോണുകളിൽ നിന്നായി ഉയർന്നു വന്നത്, മുന്നണിക്കുള്ളിൽ നിന്ന് തന്നെ ഉയർന്നു വന്നത്. കാരണം ഇതൊരു രാഷ്ട്രീയ വിഷയമാണ്. അധികാര സ്ഥാനത്തുള്ള ഒരു ADGP, പ്രത്യേകിച്ച് ക്രമസമാധാന ചുമതല വഹിക്കുന്ന ADGP, അദ്ദേഹം ഔദ്യോഗികമായോ അല്ലാതെയോ ഒരു സന്ദർശനം നടത്തുമ്പോൾ അത് ചട്ടലംഘനമാകാൻ പാടില്ല. വകുപ്പിനെ അറിയിച്ചിട്ടോ ആഭ്യന്തര വകുപ്പിൻ്റെ അനുമതിയോടുകൂടിയോ അല്ല ഇത്തരത്തിലുള്ളൊരു കൂടിക്കാഴ്ച നടത്തിയത്. പോലീസ് ആസ്ഥാനം അറിഞ്ഞിട്ടില്ല. DGPക്ക് 2 തവണ ADGP മൊഴി നൽകിയിരുന്നു. സ്വകാര്യ സന്ദർശനമെന്നാണ് ADGPയുടെ മൊഴി. പക്ഷേ അത് DGP ഉൾക്കൊണ്ടിട്ടില്ല. കാരണം അത് ചട്ടവിരുദ്ധമാണ്, നിയമവിരുദ്ധമാണ്, സർവീസ് ചട്ടലംഘനമാണ് എന്ന വിലയിരുത്തൽ തന്നെയാണ്. കാരണം ഇങ്ങനെ ഒരു സ്വകാര്യ സന്ദർശനം സർവീസ് റൂളിന്റെ ഭാഗമായി ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. തീർച്ചയായും വിനോദ്, ഇതിൽ നടപടി ഏത് വിഷയവുമായി ബന്ധപ്പെടുത്തി എന്ന സൂചനകളാണ് നമുക്ക് ലഭിക്കുന്നത്. അജിത് കുമാറിനെതിരെ PV അൻവർ ഉന്നയിച്ചിട്ടുള്ള ആരോപണങ്ങളിൽ വ്യക്തമായ തെളിവുകളില്ല എന്ന ഒരു നിഗമനമാണ് ഈ റിപ്പോർട്ടിൽ ഉള്ളത് എന്ന സൂചനകൾ വരുന്നുണ്ട്. പക്ഷേ കൂടിക്കാഴ്ച സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ വ്യക്തമായ മറുപടി നൽകാൻ MR അജിത് കുമാറിന് കഴിഞ്ഞിട്ടില്ല എന്ന സൂചനകളും ലഭിക്കുന്നു. അതുകൊണ്ട് തന്നെ എന്തായിരിക്കും ഈ മുഖം രക്ഷിക്കൽ നടപടിക്ക് ഇടയാക്കുന്ന കണ്ടെത്തൽ റിപ്പോർട്ടിലെ? രേണുക, ഇത് 2 ഭാഗങ്ങളാണ്. ഒന്ന്, മുഖ്യമന്ത്രി തന്നെ കഴിഞ്ഞ ദിവസത്തെ വാർത്താ സമ്മേളനത്തിൽ തുറന്നു സമ്മതിച്ചൊരു കാര്യം DGP തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്, DGP തന്നെ ധരിപ്പിച്ചിട്ടുണ്ട്. അതായത് ADGPയുടെ ഭാഗത്തു നിന്നുണ്ടായ ഗുരുതര വീഴ്ച തൃശ്ശൂർ പൂര സമയത്ത് അവിടെ ഉണ്ടായിരിക്കുകയും അവിടെ കാര്യങ്ങൾ വഷളാകുമ്പോൾ അതിൽ ഇടപെടാതെ മാറി നിൽക്കുകയും ചെയ്തു. ഇത് അത്യന്തം ഗുരുതരമായൊരു കാര്യം തന്നെയാണ്. ഉത്തരവാദിത്തപ്പെട്ട ഒരു ഉദ്യോഗസ്ഥൻ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുക എന്നത് ADGPക്ക് വീഴ്ച പറ്റി എന്ന് തന്നെയാണ് DGP അറിയിച്ചിട്ടുള്ളത്. അതിൽ LDF കൺവീനർ ഉൾപ്പെടെയുള്ളവർ നൽകുന്ന വിശദീകരണം, തിടുക്കത്തിൽ ഒരു നടപടിയെടുക്കാൻ മുഖ്യമന്ത്രിക്ക് കഴിയില്ല. ഇതിൽ നിയമപരമായ നടപടികൾ, അന്വേഷണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പൂർത്തിയാക്കി അതിന്മേൽ മാത്രമേ ഒരു നടപടിയെടുക്കാൻ കഴിയൂ എന്ന ഒരു ഭാഗമാണ് പറയുന്നത്. പക്ഷേ ഇതിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ വിഷയം എന്നത് RSS നേതാക്കളുമായി നടത്തിയ കൂടിക്കാഴ്ചയാണ്. 10 ദിവസത്തെ ഇടവേളകളിലാണ് ഇങ്ങനെ കൂടിക്കാഴ്ച തിരുവനന്തപുരത്തും തൃശ്ശൂരുമായി നടത്തിയത്. അത് എന്തുകൊണ്ട് ആ കൂടിക്കാഴ്ച, അല്ലെങ്കിൽ എന്തിനു വേണ്ടിയായിരുന്നു എന്നതിൽ കൃത്യമായൊരു വിശദീകരണം നൽകാൻ ഇതുവരെ ADGPക്ക് കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും അത്തരമൊരു വിശദീകരണത്തിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. മാത്രമല്ല, ഈ കൂടിക്കാഴ്ചയിൽ ഒപ്പമുണ്ടായിരുന്ന കേരളത്തിലെ RSS നേതാവ് ജയകുമാർ ഈ കൂടിക്കാഴ്ച ന്യായീകരിക്കുകയും നേരത്തെയും
ഇത്തരത്തിലുള്ള ഉദ്യോഗസ്ഥർ കൂടിക്കാഴ്ചയ്ക്ക് തയ്യാറായിട്ടുണ്ട്, അങ്ങനെ കൂടിക്കാഴ്ചകൾ നടന്നിട്ടുണ്ട് എന്ന് പറയുകയും ചെയ്തു. അവിടെയാണ് മുഖ്യമന്ത്രി ഈ കൂടിക്കാഴ്ച ന്യായീകരിക്കുമ്പോൾ അടുത്ത ദിവസം മുതൽ പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്ത് നിന്ന് സർക്കാർ നേരിടാൻ പോകുന്ന വെല്ലുവിളി അത് RSSനും മുഖ്യമന്ത്രിക്കും ഒരേ സ്വരമാണ് എന്ന തരത്തിലായിരിക്കും സഭയ്ക്കുള്ളിൽ പ്രതിപക്ഷം ആരോപണം ഉന്നയിക്കുക. ഇതിൽ പ്രതിസന്ധി തീർക്കുക സർക്കാരിനെ സംബന്ധിച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. മാത്രമല്ല, സർക്കാർ എന്ന് പറയുമ്പോൾ CPI ഇതിലെടുക്കുന്ന നിലപാട് ശ്രദ്ധിക്കണം. അത് മുഖ്യമന്ത്രിക്ക് അനുകൂലമല്ല, ADGPക്ക് അനുകൂലമല്ല. അതുകൊണ്ട് തന്നെ പൂർണ്ണതോതിൽ പ്രതിപക്ഷത്തെ പ്രതിരോധിക്കുക എന്ന ഉത്തരവാദിത്വം CPMൻ്റേതായി മാത്രം മാറുന്ന ഒരവസ്ഥയുണ്ടാകും. അവിടെയാണ് ADGPയെ ഇനിയും സംരക്ഷിച്ച് മുഖ്യമന്ത്രിക്ക് മുന്നോട്ട് പോകാൻ കഴിയുമോ എന്ന ചോദ്യം ഉയരുന്നത്. രേണുക, തീർച്ചയായും എന്തായാലും റിപ്പോർട്ട് ഉടൻ കൈമാറും എന്നാണ് മനസ്സിലാകുന്നത്. അങ്ങനെയാണെങ്കിൽ അതിന്റെ തുടർ നടപടികളും വളരെ വേഗമുണ്ടാകും എന്ന സൂചനകളാണ് ലഭിക്കുന്നത്. VV വിനോദാണ് വിവരങ്ങൾ നൽകിയത്.